ഹലോ ഗൈസ്, വെൽക്കം ടു റൂം ടൂർ. അപ്പോ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് മൂന്നാറിലാണ്. ആൻഡ് ഞങ്ങൾ പറക്കാട് നാച്ചുറൽ റിസോർട്ടിലാണ് റൂം എടുത്തിരിക്കുന്നത്. അവിടെ ഒരു ഇന്റർകണക്റ്റഡ് റൂമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ആൻഡ് ടു ബി ഫാക്ട് വെരി ഓസം. ആൻഡ് ഇതിനുള്ള വ്യൂ എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. സോ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് ചെയ്യാന്ന്. ആൻഡ് അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇതാണ് ഫസ്റ്റ് റൂം. ആൻഡ് രണ്ട് റൂമാണുള്ളത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് റൂമാണിത്. ആൻഡ് ഒരു ഡബിൾ ബെഡ് ഉണ്ട്. ആൻഡ് യു ക്യാൻ സീ ഒരു വലിയൊരു മിറർ. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഡ്രീം ചെയ്യുന്ന ഒരു വ്യൂ ആണ്. മേ ബി എക്സ്പെഷ്യലി ഞാനൊക്കെ വരുന്നത് കോഴിക്കോടാണ്. അധികം ഹില്ലി ഏരിയാസ് ഒന്നും ഇല്ലാത്ത റീജിയൻസ് ആണ്. സോ ഇവിടേക്ക് വന്നപ്പോൾ നല്ലൊരു ഗ്രീനറി, എന്താ സത്യം പറഞ്ഞാൽ ഇവിടെ കിടന്നു കഴിഞ്ഞാല് നമ്മള് എന്താ സ്വപ്നം കാണുവാണോ എന്ന് വരെ തോന്നി പോകുന്ന ഒരു ടൈപ്പ് വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇറ്റ്സ് അമേസിങ്. ഐ തിങ്ക് ഇപ്പൊ ഡേ ടൈമിലാണ് കുറച്ചുകൂടി നല്ല വ്യൂ. രാത്രിയാകുമ്പോൾ കോടയൊക്കെ ഇറങ്ങും. ആൻഡ് സോ ഇപ്പൊ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ആൻഡ് പിന്നെ വരുന്നത് ഇതാണ് സെക്കൻഡ് റൂം. സെക്കൻഡ് റൂമില് വാവ ഉറങ്ങാണ് കേട്ടോ. പക്ഷെ ഇത്ര നേരം വാള ഉറങ്ങാത്തോണ്ട് ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ ലാഗ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇവിടെയും അതേപോലെ തന്നെ ഒരു ഡബിൾ ബെഡ് ആണുള്ളത്. എനിക്ക് ആ റൂമിനെക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടമായത് ഈ റൂമാണ്. ബിക്കോസ് ഇതിന് ഒരു ബാൽക്കണി കൂടി വരുന്നുണ്ട്. ഇവിടെ ഏകദേശം സെയിം വ്യൂ തന്നെയാണ്. ഏകദേശം സെയിം വ്യൂ ആണ്. യു ക്യാൻ സീ നമ്മള് എന്താ ടീ എസ്റ്റേറ്റ് ആണ് വ്യൂ. ആൻഡ് ഇവിടുന്ന് വേറൊരു വ്യൂ കൂടി ഉണ്ട്. ഇവിടെ ഇവിടുന്ന് വേറൊരു വ്യൂ കൂടി ഉണ്ട്. അപ്പോ പെട്ടെന്ന് ഞാൻ തുറന്നപ്പോൾ കഴിച്ചു കേട്ടോ, സോറി ഗൈസ്. അപ്പോ ഇവിടുന്ന് വേറൊരു വ്യൂ കൂടി ഉണ്ട്. സോ ഇതൊരു കുറച്ചും കൂടി ഒരു ലൈവ്ലി ആണ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ലൈറ്റ് വരുന്നുണ്ട് റൂമിലേക്ക്. സോ എക്സസീവ് ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ പോസിറ്റീവ് ഫീലിംഗ്. മറ്റേ റൂമിനെക്കാട്ടും എനിക്കിഷ്ടമായി ഈ റൂമാണ്. സോ ഞങ്ങൾ ഗേൾസും ചൂസ് ചെയ്തു, ബോയ്സ് ആർക്ക് പഠിച്ചു. ആൻഡ് മോറോവർ അവിടെ ഓറഞ്ച് കണ്ടു പോകുന്നുണ്ട് കേട്ടോ. എന്തും ഭംഗിയാണെന്നറിയോ ആ ഒരു ചെറിയ ഇടയില് ആ ഒരു ഓറഞ്ച് ഫ്ലവർ നിൽക്കുന്നേ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഒരു മറ്റേ റൂമിനെ വെച്ച് നോക്കുമ്പോ ഇവിടെ ഒരു എന്താ പറയാ പോലെ ഒരു സോഫ വരുന്നുണ്ട്. വേണമെങ്കിലും ഒരാൾക്ക് കിടക്കാം, അത്രയും സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടി വി കൂടി വരുന്നുണ്ട്. ആൻഡ് എന്താ ടി വി സ്റ്റാൻഡ് ഷൂസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു മിററുണ്ട്. നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മേക്കപ്പിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി ദിസ് മിറർ going to help you. Such a big mirror. പിന്നെ എല്ലാ റൂമും എയർ കണ്ടീഷൻഡ് ആണ്. പക്ഷെ ഇവിടെ എയർ കണ്ടീഷൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം അത്രയ്ക്ക് ഫ്രഷ് എയർ ആണ് വരുന്നത്. അവിടെ ഒരു മൗണ്ടൻ വ്യൂ കൂടി ഉണ്ട്. ആ മൗണ്ടൻ ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്നത് ബാത്റൂമാണ്. രണ്ട് റൂമിലും കൂടെ ഒരൊറ്റ ബാത്റൂമേ ഉള്ളൂ. അവിടെ ഒരു നമ്മള് ഷവർ ഏരിയയും ടോയ്ലറ്റും തമ്മിൽ സെപ്പറേഷൻ കൂടി ഉണ്ട്. അതിന് ഷവർ ഏരിയ, പിന്നെ ഇവിടെ ഒരു 4 ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വരുമ്പോ സോപ്പ്, ചീപ്പ് ഈ സംഭവങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ബോഡി വാഷ്, ഹെയർ വാഷ്, ഫേസ് വാഷ് മുതൽ എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ടോയ്ലറ്റ് സീറ്റ് ഉണ്ട്. പിന്നെ ഒരു ഡസ്റ്റ്ബിൻ. പിന്നെ വരുന്നത് നമ്മളെ വാഷ് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിലും അവർ ടൂത്ത് പേസ്റ്റ് എല്ലാം, ഒരു ടവൽ എല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ റൂം. പിന്നെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഏരിയ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഈ റൂം എടുക്കാൻ കാരണം ഉണ്ടായിരുന്നത് ഇത് പറയുന്നത് ഇങ്ങനെ ഒരു ബാൽക്കണിയാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി, നല്ല മഴ. ഈ ഒരു ബാൽക്കണി പറയുന്നത് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ വന്നിട്ട് 4 ഫോട്ടോ എടുക്കാം, 4 റീൽ എടുക്കാം. ഇവിടെ പോകണം. അവിടെ താഴേക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇവരെ ട്രക്കിംഗ് സ്പോട്ട്സ് ഒക്കെ ആണ്. ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ എന്താ പറയാ, നല്ലൊരു അമേസിങ് റൂം.
എന്ന് വേണമെങ്കിൽ പറയാം. സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ. ആൻഡ് എക്സ്പെഷ്യലി നിങ്ങളിപ്പോ ഒരു ഫാമിലി ഇപ്പോ മക്കളും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വരുവാണെങ്കിൽ അങ്ങനെ എടുക്കാം. ആൻഡ് ഇന്റർ കണക്റ്റഡ് ആണ്. നിങ്ങൾക്കൊരു എന്താ പറയാ മോർ ദാൻ എ പ്രൈവസി, നിങ്ങൾ ഒരു കണക്ഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കിട്ടും. ആൻഡ് നല്ല വ്യൂ ഉണ്ട്. എന്താ പറയാ ഇപ്പൊ ഇവിടെ വലിയ തണുപ്പൊന്നുമില്ല, ബട്ട് ഒരു ലിറ്റിൽ ബിറ്റ് റെയിനി ആണ്. സോ നിങ്ങൾക്ക് റെയിൻ എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി രാത്രി തണുപ്പ് കൂടോ എനിക്കറിയില്ല, ഞങ്ങൾ നമുക്ക് ഇങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല. സോ ഇത്രയേ ഉള്ളൂ ഒരു എന്താ പറയാ സ്മോൾ ബട്ട് ബ്യൂട്ടിഫുൾ റൂം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. ഇവർക്ക് വേറെയും നല്ല ബ്യൂട്ടിഫുൾ റൂംസ് ഉണ്ട്. ഹണിമൂൺ കപ്പിൾസിനൊക്കെ സെപ്പറേറ്റ് റൂംസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ ഓവർ ഇവർക്ക് കേവും അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ കേവ് റൂംസ് ഉണ്ട്. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പ്രധാനത്തില് ഫ്രണ്ട്സിന്റെയും കൂടെയാണ്. സോ ഇതൊരു ബ്രദർലി ഫിഗറാണ്. അപ്പം സുന്ദരികളായ പെൺകുട്ടികൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചേട്ടന് കല്യാണം ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ഇത് പ്രണയന്റെ വളരെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് അപ്പൊ വേറൊരു ഫ്രണ്ടിന്റെ സിംസിനാണ് പേര്, വൈഫാണ്. ആൻഡ് ഇവര് സത്യം നമ്മൾ ഹണിമൂൺ ആവശ്യമാണ്. ഞങ്ങൾ സ്വർഗത്തിലെ കട്ടവും പഴിതു. ഞങ്ങൾ സ്വർഗത്തിലെ കട്ടവും പോയതാണ്. അപ്പൊ ഇവരാണ് ഞങ്ങളുടെ കൂടെ വെക്കേഷൻ. ഒബ്വിയസ്ലി സ്ഥലം എങ്ങനെയുണ്ട്? വ്യൂ എങ്ങനെയുണ്ട്? അങ്ങോട്ട് നോക്കൂ. അവിടെ ഇറങ്ങി വരുന്നത് നല്ലൊരു ബ്ലോഗറാണ്. ബ്ലോഗിങ് നല്ലൊരു ഭാവി കാണുന്നു. അപ്പോ ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങള്. അപ്പൊ നിങ്ങൾ മൂന്നാറൊക്കെ വരുവാണെങ്കിൽ ഒബിയസ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് പറക്കാട് നാച്ചുറൽ റിസോർട്ട് എന്ന് പറയുന്നത്. ഇവരെ ഫ്രണ്ടേജ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോയില് ആഡ് ചെയ്യാം. ഇവരെ ഫ്രണ്ടേജ് ആണെങ്കിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എമ്യൂണിറ്റീസ് ആണെങ്കിലും ഒക്കെ ഐ തിങ്ക് നല്ല എമ്യൂണിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പയർ ടു അതർ റിസോർട്ട്. അപ്പോ എന്തായാലും ഇവിടെ വന്ന് നോക്കുക, ഒരു ട്രൈ കൊടുത്ത് നോക്കുക, ഇവിടെ നിന്ന് നോക്കുക. ഒരിക്കലും നിങ്ങൾ കുറ്റം പറയില്ല. പിന്നെ ഇവര് റെസ്റ്റോറന്റിലെ ഫുഡും മോശമില്ല, അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറന്റിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. and അവിടുത്തെ സ്റ്റാഫിന്റെ കാര്യം എടുത്തു പറയണം. ആക്ച്വലി ഞങ്ങൾ ഇവിടെ ഉച്ചയ്ക്ക് ഒരു 1:30 എത്തിയത്. ആ സമയം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം വാവയ്ക്കും ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് വാവ ചെറുതായിട്ടൊന്ന് ക്രാങ്കിയായി. പക്ഷേ എന്താ പറയാ അവിടെയുള്ള ഒരു കുട്ടി, അനീത എന്നാണ് ആ കുട്ടിയുടെ പേര്, ആ കുട്ടി വന്നിട്ട് വാവനെ എടുത്തു. ഐ തിങ്ക് തമിഴ് ആണ് തോന്നുന്നു. ഷീസ് നോട്ട് ഫ്രം കേരള എനിവേ. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ആണെങ്കിൽ നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ചിക്കൻ കറി ആയിരുന്നു, കോംബോ ആയിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട് ഇവർക്ക്. ആൻഡ് എന്താ പറയാ ബിരിയാണിയിലായാലും ചെട്ടിനാട് ടൈപ്പ് ബിരിയാണി ഉണ്ട്, നോർമൽ ബിരിയാണി ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ബിരിയാണി ഇവിടെ കൊടുക്കാൻ. ഇവിടെ കൊടുക്കേണ്ട പിന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും നല്ല സ്പ്രെഡ് ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. എന്താ പറയാ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു, ഒരുപാട് വ്യൂസ് ചെയ്തു. അപ്പൊ നല്ലൊരു സ്പ്രെഡ് ഓഫ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഇനി ലഞ്ചാണ് കഴിച്ചത്. ലഞ്ചിലെ സോസ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ സ്റ്റാഫ്സ് ആണ്. ഉച്ചയ്ക്ക് പാവം ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഫ്രാങ്ക്ലി ആയപ്പോൾ ഒരു കുട്ടി വന്നെന്നെ ഹെൽപ്പ് ചെയ്തു. അനിത എന്നായിരുന്നു കുട്ടിയുടെ പേര്. ആൻഡ് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിയുന്നവരെ ആ കുട്ടി അവരെ മാനേജ് ചെയ്തു. ആക്ച്വലി എനിക്ക് നല്ലൊരു കാര്യമായിരുന്നു. നമുക്ക് വേറൊരു ഹോട്ടൽസിലൊന്നും പോയി കഴിഞ്ഞാൽ ചില സ്റ്റാഫ് ഒരിക്കലും നമ്മുടെ ബേബീനെ അവർ വല്ല ക്രാഡിലോ അല്ലെങ്കിൽ ഫുഡ് ചെയറോ കൊണ്ടുത്തരും എന്നല്ലാതെ ഒരിക്കലും ഒരു വാഹനം എടുത്തിട്ട് പോയി അങ്ങനെ കുറച്ചു നേരം ഇരിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയേണ്ട ശല്യമുണ്ട്, വാതിലടിച്ചിടണം.
നാച്ചുറലിന്റെ ഏറ്റവും ഒരു ക്ലിക്കാണ്. ഒരു കഴിയില്ല. അപ്പം ഇതൊക്കെയുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റൂം ടൂർ ഒക്കെ ചെയ്യുന്നത്. മിസ്റ്റേക്സ് ഉണ്ടോ എനിക്കറിയില്ല. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. ആൻഡ് ഡെഫിനറ്റ്ലി നെക്സ്റ്റ് റൂം ടൂറിൽ അത് കണക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഒരു മിനിറ്റ് നിങ്ങളും കൂടെ അതിന്റെ പോകാൻ. സോ ഇത്രയും നേരം ക്യാമറ എടുത്ത് സഹായിച്ച എന്റെ ക്യാമറമാനും താങ്ക് യു. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Take a break with convenience. See you soon. Bye.